കന്നഡ 2010 ഈ സംഭവം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ അന്ന് ഏകദേശം 2005 തുടങ്ങി 2010 ആയപ്പോഴേക്കും എനിക്ക് മതിയായി. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഈ ചിന്താമണി ടൈഗറിൻ്റെ ഒക്കെ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, 22ാമത്തെ വയസ്സ് ചെയ്ത പാട്ടുകൾ ഇതൊക്കെ. അപ്പം അതിനകത്തൊരു കഴിവില്ലാത്ത ആൾ ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നുണ്ട്? ഇല്ല, എന്തൊക്കെ അറിയാന്നുള്ള ഒരാളാണല്ലോ ഇത് ചെയ്യണം. അപ്പം ഞാനും എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കണേ. എനിക്കെന്തോ അറിയാം, ഞാനൊരു സംഭവം ആണല്ലോ ഞാൻ തോന്നുന്നതാണ് എനിക്ക് ഉള്ളിൽ. അപ്പം എൻ്റെ കഴിവ് കണ്ടിട്ട് എനിക്ക് ചാൻസ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കണത്. ഇൻഡസ്ട്രിയിൽ, മലയാള ഇൻഡസ്ട്രിക്കകത്ത് ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ എൻ്റെ കഴിവ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കും. പക്ഷേ അത് മാത്രം പോരായിരുന്നു. മാർക്കറ്റിംഗ് സൈഡ് വളരെ വീക്കായിരുന്നു. ഞാനൊരു സാധാരണ ഫാമിലി, തിരുവല്ലത്തുള്ളൊരു സാധാരണ ചെറുക്കനല്ലേ. അപ്പം അതിൻ്റെ ആയിട്ടുള്ള കുറേ കുറവുകളുണ്ടായിരുന്നു. കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. കൃത്യമായിട്ട് ആൾക്കാരെ പോയി കാണണമായിരുന്നു, ചാൻസ് ചോദിക്കണമായിരുന്നു, CD കൊണ്ടു കൊടുത്ത് അപേക്ഷിക്കണമായിരുന്നു. അതൊന്നും പറ്റിയില്ല ആ സമയത്ത്. അതുകൊണ്ട് അറിയില്ലായിരുന്നു അങ്ങനെയാണ്. അങ്ങനെ അല്ലല്ലോ, ഒരു പാട്ട് നമ്മൾ ചെയ്ത് കാണിച്ചാൽ ആൾക്കാർ വരണ്ടേ, അങ്ങനെയല്ല എൻ്റെ ഒരു രീതി.